തിരുവനന്തപുരത്തെ നല്ല ബീഫ് ഷവർമ കിട്ടുമെന്നറിഞ്ഞ അട്ടക്കുളങ്ങരയിലെ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ബുർജൽ മന്തി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഉച്ചഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ കയറി ചെന്നത്. കുഴിമന്തി ആക്കിയാലോ? ഹാഫ് നോക്കല്ലേ? അൽഫാം കുഴിമന്തി ആക്കാം. അൽഫാം കുഴിമന്തി ഹാഫല്ലേ? അൽഫാം മന്തി. നിർഭാഗ്യവശാലേ ഞങ്ങൾ ചെന്ന സമയത്ത് ഷവർമ ആയിട്ടില്ലായിരുന്നു. ഷവർമ റെഡിയാകുമ്പം ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമെന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ നിവർത്തികെട്ട് കുഴിമന്തി മേടിച്ചു. അൽഫാം കുഴിമന്തിയാണ് കേട്ടോ മേടിച്ചേ. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അവരുടേതായ ഒരു പ്രത്യേക ടേസ്റ്റുള്ള കുഴിമന്തിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടേക്കുന്ന ഏറ്റവും വലിയ വാർത്തകളാണ് അറബിക് ഫുഡായിട്ടുള്ള ഈ കുഴിമന്തി കഴിച്ചിട്ട് മരിക്കുക, ഷവർമ കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ അടിച്ച് ആശുപത്രിയിലാകുക എന്നൊക്കെയുള്ള. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോയെന്ന് അറിയാവോ? ഇതിൽ സത്യമുണ്ടോയെന്ന് ചോദിച്ചാൽ സത്യമുണ്ട്. ഇതിലെന്താണ് സത്യം എന്ന് ചോദിച്ചാൽ കുഴിമന്തിയിലോ ഷവർമയിലോ ഒന്നും അല്ല കുഴപ്പം. ഇതൊക്കെ ലോകം മുഴുവനുമുള്ള ഫുഡല്ലേ. നമ്മൾ നമ്മുടെ നാട്ടിൽ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഫുഡ് പോയ്സൺ ഉണ്ടാകുന്നത്. അതിന് എനിക്ക് തോന്നുന്നത് മയോണൈസ് നിരോധിക്കുകയല്ല ചെയ്യണ്ടേ, മയോണൈസ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്താ, ശരിയല്ലേ? കൊള്ളാവോ? ഇവിടുത്തെ പേര് കേട്ട കടയാ? ഇവിടുത്തെ മന്തിക്കാ പേര് കേട്ടത് അല്ലേ? ഷവർമ സൂപ്പറാ. ഓ, ഇത് ഹെവി ആയിപ്പോയി. എല്ലാവരും ഷവർമയും കൂടെ കഴിക്കാമല്ലോ അല്ലേ? മയോണൈസേ ചൂടുള്ള പ്രതലത്തിൽ വെച്ചാൽ പെട്ടെന്ന് കേടാവും. ഇത് കേടായാലും ആദ്യ സമയങ്ങളിലൊന്നും ഇതിൻ്റെ ടേസ്റ്റിലോ മണത്തിലോ ഒന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇത് കേടായെന്നറിയാതെ തന്നെ ഈ ഹോട്ടൽ ജീവനക്കാർ അത് കസ്റ്റമേഴ്സിന് വിളമ്പും. അവിടെയാണ് ഫുഡ് പോയ്സൺ ഉണ്ടാകുന്നത്. അതിന് പകരമായിട്ട് ഈ തയ്യാറാക്കുന്ന മയോണൈസ് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ ഒരു കുഴപ്പവും വരില്ല. ഇവരെന്തിനാണ് ചൂടുള്ള പ്രതലത്തിൽ മയോണൈസ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു അൽഫാമിനോ ഒരു ഷവർമയ്ക്കോ ഓർഡർ വന്നാൽ അവർ അവരുടെ വർക്കിംഗ് സ്റ്റേഷൻ, അതായത് ആ ഗ്രില്ലിനടുത്ത് തന്നെ മയോണൈസ് വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പണി എളുപ്പത്തിനാണ്. ഫ്രിഡ്ജിനകത്ത് എപ്പോഴും പോയിട്ട് എടുത്തുകൊണ്ട് വരാനും ഒക്കെയുള്ള സമയം നല്ല തിരക്കുള്ള സമയങ്ങളിൽ കിട്ടാറില്ല. അതിനു വേണ്ടിയാണ് ഇതുണ്ടാക്കുന്ന. മിക്കവരും ഹിന്ദിക്കാരൊക്കെ ആയിരിക്കും. അത് അവർക്ക് അതിനുള്ള അറിവ് ഉണ്ടാകുകയില്ല. അവിടുന്ന് കിട്ടിയ കുഴിമന്തിയും കഴിച്ച് ഷവർമ കഴിക്കാനായി വൈകിട്ട് വരാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു. വൈകിട്ട് ചെല്ലുമ്പോഴുള്ള അവസ്ഥയാണിത്. നല്ലൊരു മഴ തിരുവനന്തപുരം നഗരത്തിൽ പെയ്തതിൻ്റെ അവസ്ഥയാണിത്. വെള്ളം കെട്ടിക്കിടക്കുക, വെള്ളപ്പൊക്കം പോലെ. ഇതാണ് ഒരു വലിയ മഴ പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരുവനന്തപുരം നഗരത്തിൽ വന്നാലുള്ള അവസ്ഥ. ഏതായാലും ഞങ്ങൾ വെള്ളത്തിലൂടെ തുഴഞ്ഞും നീങ്ങിയുമൊക്കെ രാത്രി സമയത്ത് നല്ല ട്രാഫിക്കുള്ള സമയത്ത് തന്നെ അട്ടക്കുളങ്ങരയിലെ ഈ ബുർജൽ മന്തി എന്ന് പറഞ്ഞ കടയിൽ വീണ്ടും എത്തി കേട്ടോ. പുറമേന്ന് കാണുന്ന പോലെ അല്ല കേട്ടോ, ഉള്ളിലിരുന്ന് കഴിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലമുണ്ട്. 2 നിലയിലും സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കൂടുതലും ആൾക്കാർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേക രുചിയിൽ തയ്യാറാക്കുന്ന ബീഫ് ഷവർമയും ചിക്കൻ ഷവർമയും കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇവർ ഈ ഷവർമയ്ക്കകത്ത് മയോണൈസ് ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവരുടേതായ സോസുകൾ കൊണ്ട് ആണ് ഇവർ ഈ ഷവർമ ഇവർ തയ്യാറാക്കുന്നത്. അതും ഷവർമ തയ്യാറാക്കുന്നത് കുബൂസിലല്ല കേട്ടോ, റുമാലി റൊട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരാൾക്ക് മതി വരുവോളം കഴിക്കാൻ മാത്രമുള്ള പോർഷനുണ്ട് കേട്ടോ ഒരു ഷവർമ റോൾ എന്ന് പറയുന്നത്. ഹെവി ആയിട്ടാട്ടോ ഉള്ളിൽ ഫില്ല് ചെയ്തേക്കുന്നല്ലേ? നല്ല അടിപൊളിയായിട്ട് എല്ലാ രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കഴിക്കുമ്പോഴേ വയറ് ഫുള്ളാവും അല്ലേ? ഷവർമ ഇഷ്ടപ്പെട്ട ഞങ്ങളെ ഒരു ലൈം ടീ കൂടി അവിടെ നിന്ന് ഓർഡർ ചെയ്തേ.
ലെമൺ ടീ വന്നത് ചൂടുവെള്ളവും ടീ ബാഗും ലെമൺ പീസും ഷുഗർ ക്യൂബ്സും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ്. നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ തന്നെ അത് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പം തിരുവനന്തപുരത്ത് എത്തിയാൽ നല്ല ഷവർമ കഴിക്കണമെങ്കിൽ അട്ടക്കുളങ്ങരയിലെ ഫോർട്ട് പോലീസ് സ്റ്റേഷന് ഓപ്പോസിറ്റുള്ള ബുർജൽ മന്തി എന്ന് പറഞ്ഞ കടയിലേക്ക് പോരെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ. ഇത്തരം വ്യത്യസ്തങ്ങളായ രുചിയിടങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ മറ്റൊരു രുചിയിടത്ത് വെച്ച് വീണ്ടും കാണാം. നന്ദി.